എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയാണ് കണ്ടോണേഷൻ ആൻഡ് മാൽപ്രാക്ടീസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്ന് വരുമെന്ന് സംബന്ധിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലികൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം ഇന്നലെ ഉച്ചയോട് തന്നെ പുറത്തു വന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയായിരുന്നു കണ്ടോണേഷൻ ആൻഡ് മാൽപ്രാക്ടീസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. കണ്ടോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ കാര്യം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കണ്ടോണേഷൻ ആദ്യം അടയ്ക്കുക. ഒരുപാട് വിദ്യാർത്ഥികൾ അടച്ചു, പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. സാധാരണ കണ്ടോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ടൊക്കെ കുറച്ച് വൈകാറുണ്ട്. ഒരു എക്സ്പാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. കണ്ടോണേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ടൊക്കെ കുറച്ച് വൈകാറുണ്ട്. കാരണം അത് നിങ്ങൾക്ക് കണ്ടോണേഷൻ വന്നതുകൊണ്ട് തന്നെ സംഭവിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അഥവാ കണ്ടോണേഷൻ അടച്ചവരാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോണേഷൻ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കണ്ടോണേഷൻ അടയ്ക്കുക. എന്തുകൊണ്ടാണ് കണ്ടോണേഷൻ അടച്ചിട്ടും നമ്മുടെ റിസൾട്ട് വൈകുന്നത്? പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സംശയം തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നമ്മൾ കോളേജിലാണ് നമ്മുടെ കണ്ടോണേഷൻ അടയ്ക്കുന്നത്. പക്ഷേ കോളേജിലെ പ്രൊസീജിയറുകൾ കഴിഞ്ഞതിന് ശേഷം അവർ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരണമെങ്കിൽ നിങ്ങൾ കോളേജിൽ പണം അടച്ചുകൊണ്ട് കാര്യമില്ല. കോളേജുകാർ ആ പണം എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ പണം എത്തുന്ന പക്ഷം മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, നിങ്ങൾ കോളേജിൽ അടച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് കോളേജിൽ അടച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് വരാത്തതിന് കാരണം അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രൊസീഡിങ്ങിലാണ്. അത് അതിൻ്റെ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് റിസൾട്ട് വേഗം തന്നെ കിട്ടും, പേടിക്കേണ്ട. ഇനി മാൽപ്രാക്ടീസ് വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ മാൽപ്രാക്ടീസ് വിദ്യാർത്ഥികളുടെ കാര്യം പല ഇഷ്യൂസാണ്. കാരണം കോപ്പി അടി പിടിച്ചിട്ടുണ്ടാകാം, അധ്യാപകർ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. സാധാരണഗതിയിൽ മിക്ക കേസുകളും അധ്യാപകർ കോപ്പി അടി പിടിച്ചു കഴിഞ്ഞാൽ വഴക്ക് പറയുകയും അവിടെ ഇരുത്താറാണ് പതിവ്. പക്ഷേ ചില അധ്യാപകർ അങ്ങനെയല്ല. പേപ്പർ വാങ്ങും, സൈനിടും, ശേഷം എന്ത് ചെയ്യും? കേസ് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള പല ഇഷ്യൂസുമായിട്ട് പോകും. അപ്പോൾ മാൽപ്രാക്ടീസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അതിലൊരു വ്യക്തതയില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫർദർ റീപ്ലൈ, അതായത് നിങ്ങളെ കോപ്പി അടി പിടിച്ചു, പരീക്ഷാ ഹാളിലെ ഇൻവിജിലേറ്റർ അധ്യാപകർ അത് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ ചില ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ പോയി നോക്കുക. ചിലപ്പോൾ ഡിബാർ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും. റിസൾട്ട് വരുമോ എന്ന് തന്നെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അത് മാൽപ്രാക്ടീസ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം നിങ്ങൾക്ക് ഇമെയിൽ വരും, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇമെയിൽ വരും. കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ പുതിയ കാണുന്നതിന് ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.